വിദ്യാർത്ഥികളെ, മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സോളിഡ്സ് ഘനരൂപങ്ങൾ എന്ന അധ്യായത്തിലെ ഒരു വൃത്തസ്തൂപികയുടെ ചെരുവേരുവും വൃത്തസ്തൂപിക ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെക്ടറിൻ്റെ ആരവും തമ്മിലുള്ള ബന്ധം, സെക്ടറിൻ്റെ ചാവനീളം ആർക്ക് ലെങ്തും വൃത്തസ്തൂപികയുടെ പാദ ചുറ്റളവും തമ്മിലുള്ള ബന്ധം ഇതാണ് പഠിച്ചത്. ഇന്ന് ഒരു വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കാണാമെന്നാണ് ചർച്ച ചെയ്യുന്നത്. സർഫസ് ഏരിയ എങ്ങനെ കാണാം, ഒരു കോണിൻ്റെ അഥവാ വൃത്തസ്തൂപികയുടെ സർഫസ് ഏരിയ എങ്ങനെ കാണാമെന്ന് നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു സെക്ടർ മടക്കിയാണ് അല്ലെങ്കിൽ ഒരു സെക്ടർ വളച്ചാണ് നമ്മൾ ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ സെക്ടർ വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, വൃത്തസ്തൂപികയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ഇങ്ങനെയൊരു വളഞ്ഞ മുഖം, ഒരു വക്രമുഖവുമുണ്ട്, കൂടാതെ ഒരു പാദമുഖമുണ്ട് അല്ലെ. പാദം ഒരു വൃത്തമാണ് അല്ലെ, ബേസ് ഒരു സർക്കിളാണ്, കൂടാതെ ഒരു കർവ്ഡ് സർഫസ് കൂടിയുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുഖങ്ങളുടെ ഏരിയ കൂട്ടിയാൽ മതി. അതിൽ ബേസ് ഏരിയ കണ്ട എളുപ്പമാണ്. ബേസ് സർക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണെങ്കിൽ നമുക്കറിയാം, വൃത്തം ആരം ആറായ വൃത്തത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ പൈ ആർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാദ പരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ എന്ന് എളുപ്പത്തിൽ കാണാം. ഇത് നമുക്ക് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയാണ് കാണേണ്ടത്, വക്രതലത്തിൻ്റെ പരപ്പളവാണ് കാണേണ്ടത്. അതെങ്ങനെ കാണാൻ നോക്കാം. ഇതാണ് വക്രമുഖം. നോക്കൂ, ഈ സെക്ടർ വളച്ചാണ് നമ്മൾ വൃത്തസ്തൂപിക അഥവാ കോൺ ഉണ്ടാക്കുന്നത്. ഇത് വളയ്ക്കുമ്പോൾ നോക്കൂ, വളയ്ക്കുന്ന സമയത്ത് നോക്കൂ, ഈ സെക്ടറാണ് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയായി മാറുന്നത് കാണാം. ഈ സെക്ടർ വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുമ്പോൾ സെക്ടറിൻ്റെ ഏരിയ തന്നെയാണ് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയായി മാറുന്നത് കാണാം. ഉണ്ടോ? ഇത്രയും ഭാഗം ചേർന്ന് കണ്ടാണ് ശരിക്ക് കർവ്ഡ് സർഫസ് ഏരിയ ആകുന്നത്. അതുകൊണ്ട് ഈ വൃത്തസ്തൂപികയുടെ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് ഇതുണ്ടാക്കാൻ ഉപയോഗിച്ച ഈ സെക്ടറിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണ്. അത് ഓർത്ത് വെക്കുക. ഇതാണ് ദ ഏരിയ ഓഫ് ദിസ് കർവ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി സെക്ടർ യൂസ്ഡ് ടു മേക്ക് ദ കോൺ. വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് സമം വൃത്തസ്തൂപിക വളച്ചുണ്ടാക്കാൻ ഉപയോഗിച്ച വൃത്താംശത്തിൻ്റെ പരപ്പളവ് എന്ന് കിട്ടും. അപ്പം ഇനി എളുപ്പമാണ്. ഇപ്പോൾ നോക്കൂ, ഈ വൃത്താംശത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. വൃത്താംശത്തിൻ്റെ പരപ്പളവ് വൃത്തത്തിൻ്റെ, നോക്കൂ, ഈ വൃത്തത്തിൻ്റെ ആരം ആറായതുകൊണ്ട് ഇതിൻ്റെ പരപ്പളവ് പൈ ആർ സ്ക്വയർ ആണ്. അപ്പം ആരം ആറായ വൃത്തത്തിൽ നിന്നാണ് ഈ വൃത്താംശം വെട്ടിയെടുത്തത്. അപ്പോൾ വൃത്താംശത്തിൻ്റെ പരപ്പളവും വൃത്തത്തിൻ്റെ പരപ്പളവും തമ്മിൽ ബന്ധമുണ്ട്. വൃത്തത്തിൻ്റെ പരപ്പളവ് ഈ വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണവുമായിട്ട് ബന്ധപ്പെട്ടാണ് വൃത്താംശത്തിൻ്റെ പരപ്പളവ് നിശ്ചയിക്കപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ബന്ധം പഠിച്ചിരുന്നു. ഈ സെക്ടറിൻ്റെ ആരമാണ് വൃത്തസ്തൂപികയുടെ ചെരുവൈരം അല്ലെങ്കിൽ സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞു. രണ്ടാമത് പഠിച്ച കാര്യം എന്താണ്? ഇതിൻ്റെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം. അതായത് ഈ വൃത്തസ്തൂപികയുടെ വൃത്താംശത്തിൻ്റെ ആരവും വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആരവും തമ്മിലുള്ള അംശബന്ധം ഇവയുടെ കേന്ദ്രകോണുകൾ തമ്മിലുള്ള അംശബന്ധം തുല്യമാണ്. വൃത്തത്തിൻ്റെ ഈ സെക്ടറിൻ്റെ കേന്ദ്രകോൺ വൃത്തത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ എത്ര ഭാഗമാണോ അതേ ബന്ധമായിരിക്കും ഇവയുടെ ആരങ്ങൾ തമ്മിലുള്ളത് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ബന്ധം എന്താണ്? ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360. ഇവിടെ ഈ വൃത്താംശത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്
വൃത്തത്തിന്റെ പരപ്പളവിന്റെ x/360 ഭാഗമായിരിക്കും. ഇവിടെ x കേന്ദ്രകോണായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സെക്ടറിന്റെ കേന്ദ്രകോൺ x ആയാൽ ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ പരപ്പളവിന്റെ 360 x ഭാഗമായിരിക്കും. ഏരിയ ഓഫ് ദ സെക്ടർ ഈസ് ഈക്വൽ ടു πr² × x/360 ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ x/360 പകരം r/R എന്ന് കൊടുക്കാം അല്ലെ. ഇവിടെ x/360 പകരം കേന്ദ്രകോൺ തരാത്ത കേസുകളിൽ കേന്ദ്രകോൺ തന്നിട്ടുണ്ട്, സെക്ടറിന്റെ ആരവും കേന്ദ്രകോൺ തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങനെ കാണാം. ആ സെക്ടറിന്റെ ആരം ആറായ വൃത്തത്തിന്റെ പരപ്പളവിന്റെ x/360 ആയിരിക്കും ഈ സെക്ടറിന്റെ പരപ്പളവ്. അതുതന്നെയായിരിക്കും ഇതുപയോഗിച്ചുണ്ടാക്കുന്ന സ്തൂപികയുടെ വക്രതല പരപ്പളവ്, കർവ്ഡ് സർഫസ് ഏരിയ. ഇനി കേന്ദ്രകോൺ തന്നിട്ടില്ല, നേരിട്ട് സ്ലാൻ ഹൈറ്റും പാദ ആരവുമാണ് വന്നിട്ടുണ്ടെങ്കിൽ x/360 പകരം ഈ r/R ഉപയോഗിക്കാം. എന്ത് കിട്ടും? ഇവിടെ πr²r/R, ഈ ഒരു r²r ആണ്, πr × r എന്ന് കിട്ടും. ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ചെരിവ് ഉയരമാണ്, സ്ലാൻ ഹൈറ്റ് ആണ്. അപ്പൊ അതിന് ഒരു L കൊടുത്താലോ, πRL എന്ന് കൊടുക്കാം. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πRL ആണ്. ഇതിൽ നിന്ന് കേന്ദ്രകോൺ തന്നിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം ഉപയോഗിച്ച് കാണാം. കേന്ദ്രകോൺ പകരം പാദത്തിന്റെ ആരവും ചെരിവുയരവുമാണ് തന്നിട്ടുണ്ടെങ്കിലോ ഈ ബന്ധം ഉപയോഗിക്കുക. π × പാദ ആരം × ചെരിവുയരം, അഥവാ പൈനെ ബേസ് റേഡിയസ് × സ്ലാൻ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ കിട്ടും. ഇപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ബന്ധങ്ങൾ കൂടി കൂട്ടിയാൽ മതി. ഒന്ന് ബേസ് ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു πr², അതിന്റെ കൂടി എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ πRL കൂടെ കൂട്ടുക. സൂത്രവാക്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, പറ്റുമെങ്കിൽ സൂത്രവാക്യം ഇല്ലാതെ ചെയ്യാൻ പഠിക്കുക, അഥവാ ബുദ്ധിമുട്ടാണെങ്കിൽ സൂത്രവാക്യങ്ങൾ പഠിച്ചു വെക്കുക, അത് ഉപയോഗിച്ച് ചെയ്യുക. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ടു മേക്ക് എ കോണിക്കൽ ഹാറ്റ് ഓഫ് ബേസ് റേഡിയസ് 8 cm and slant height 30 cm, how much square centimeters of paper do we need? ആരം 8 സെന്റിമീറ്ററും ചെരുവുയരം 30 സെന്റിമീറ്ററുമായ വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു തൊപ്പി ഉണ്ടാക്കുവാൻ എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം? നോക്കുക, നമുക്കൊരു ക്യാപ്പാണ് ഉണ്ടാക്കേണ്ടത് അല്ലെ. ക്യാപ്പ് നമുക്കറിയാം, ക്യാപ്പ് ഒരു തൊപ്പി, വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള തൊപ്പിയാണ് ഇതുപോലെ ഉണ്ടാകുക അല്ലെ. തൊപ്പിയുടെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടാൽ മതി, ബേസ് ഏരിയയുടെ ആവശ്യമില്ല. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പം അതിന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ വൃത്തസ്തൂപികയുടെ പാദത്തിൻ്റെ ആറ് തന്നിട്ടുണ്ട്, ചെരുവുയരം തന്നിട്ടുണ്ട്, ബേസ് റേഡിയസ് 8 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, സ്ലാൻ ഹൈറ്റ് 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാവുന്നതുള്ളൂ. ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ് എത്രയാണ്? πr² × x/30 എന്നാണ് പഠിച്ചത്. കാരണം ഈ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സെക്ടറിന്റെ, ഈ വൃത്തത്തിന്റെ ഏരിയ πr² ആണ്, അതിന്റെ x/360 ഭാഗമായിരിക്കും ഈ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിന്റെ കേന്ദ്രകോൺ x ആണെങ്കിൽ ഇവിടെ x/360 പകരം r/R എന്ന് കൊടുക്കാം അല്ലെ. സ്മോൾ ലെറ്റർ r 8 ആണ്, ക്യാപിറ്റൽ R 30 ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഇതിൽ നിന്ന് π × ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 30 × 30, r/8 ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 8/30. ഈ 30 ക്യാൻസൽ ആവും. 30 × 8 240 π എന്ന് കിട്ടും. ഇതിന്റെ ഈ തൊപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാൻവാസിന്റെ അളവെന്ന് പറയുന്നത് 240 π ചതുരശ്ര സെന്റിമീറ്റർ ആണ്. π കൊണ്ട് വേണമെങ്കിൽ ഗുണിക്കുക 3.14 ഇങ്ങനെ എഴുതിയാൽ മതി. 240 π എന്ന് എഴുതിയാൽ മതി. ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും ഈ തൊപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ ക്യാൻവാസിന്റെ അളവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ് ഓഫ് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 12 സെന്റിമീറ്റേഴ്സ് ആൻഡ് സ്ലാൻ ഹൈറ്റ് 25 സെന്റിമീറ്റേഴ്സ്? പാദത്തിന്റെ ആരം 12 സെന്റിമീറ്ററും ചെരുവുയരം 25 സെന്റിമീറ്ററുമായ ഒരു
വൃത്തസ്തുവികയുടെ വക്രതല പരപ്പളവ് എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഒരു വൃത്തസ്തുവികയുടെ ബേസ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ ആണ്, സ്ലാൻ ഹൈറ്റ് ചെരിവുയരം 25 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഈ കർവ്ഡ് സർഫസ് ഏരിയ വക്രതല പരപ്പളവാണ് കാണേണ്ടത്. നമുക്കറിയാം ഇതിൻ്റെ ബേസ് റേഡിയസ്, സ്ലാൻ ഹൈറ്റ്, സെക്ടറിൻ്റെ റേഡിയസ് ഒക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളുള്ളത്. വൃത്തസ്തുവികയുടെ ചെരിവുയരം എന്ന് പറയുന്നത് ഈ സെക്ടറിൻ്റെ ആരമാണ്. കൂടാതെ ഈ സെക്ടറിൻ്റെ ആരവും നമ്മൾ ഇതുപയോഗിച്ചുണ്ടാക്കുന്ന വൃത്തസ്തുവികയുടെ ആരവും തമ്മിലുള്ള ബന്ധം R/R = ഇതിൻ്റെ കേന്ദ്രകോൺ x/360 ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ വക്രതല പരപ്പളവ് കാണാം. സെക്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വൃത്തത്തിൻ്റെ പരപ്പളവ്, എൻ്റെ ഏരിയ πr² ആയിരിക്കും. റേഡിയസ് R ആയതുകൊണ്ട് ഏരിയ πr² ആയിരിക്കും. അതിൻ്റെ x/360 ഭാഗമായിരിക്കും അല്ലേ. ബേസ് റേഡിയസ് 12 ആണ്, സ്ലാൻ ഹൈറ്റ് 25 ആണ്. അതായത് സ്മോൾ ലെറ്റർ R 12, ക്യാപിറ്റൽ R 25 ആണ്. അതുകൊണ്ട് ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഏരിയ നമുക്കറിയാം. ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ്, വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് മൊത്തം വൃത്തത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ πr² ആണ്. ഇതിൻ്റെ റേഡിയസ് R ആയതുകൊണ്ട് πr² ആണ്. അതിൻ്റെ x/360 ഭാഗമാണ്. ഇവിടെ നമുക്ക് x/360 പകരം സ്മോൾ r/R എന്ന് കൊടുക്കാം. സ്മോൾ r 12 ആണ്, ക്യാപിറ്റൽ R 25 ആണ്. സ്മോൾ r 12, ക്യാപിറ്റൽ R 25. അപ്പോൾ 12/25 എന്ന് കൊടുക്കാം. നോക്കൂ, π ഇൻറ്റു ക്യാപിറ്റൽ R 25 × 25 ഇൻറ്റു 12/25. 25 ക്യാൻസൽ ചെയ്ത് ബാക്കി ഒരു 12ഉം ഒരു 25 ഉണ്ടാവും. 12 × 25 300 π എന്ന് എഴുതാം. ഇത് നേരിട്ട് സൂത്രവാക്യം ഉപയോഗിച്ചും കാണാം. πRL നമ്മൾ പറഞ്ഞു, പൈനെ ബേസ് റേഡിയസ് ഇൻറ്റു സ്ലാൻ ഹൈറ്റ് ആണ്. ഇവിടെ R 12 ആണ്, ഇത് 25 ആണ്. 25 × 12 300 π നേരിട്ട് എഴുതാനും പറ്റും. എളുപ്പമുള്ള മാർഗം സ്വീകരിക്കാം. ഇതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 30 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് 40 സെൻറ്റിമീറ്റേഴ്സ്? പാദത്തിൻ്റെ വ്യാസം 30 സെൻറ്റിമീറ്ററും ഉയരം 40 സെൻറ്റിമീറ്ററുമായ വൃത്തസ്തുവികയുടെ ഉപരിതല പരപ്പളവ് എത്രയാണ്? നോക്കുക, ഈ വൃത്തസ്തുവികയുടെ ഹൈറ്റ് 40 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ബേസ് ഡയമീറ്റർ 30 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ അഥവാ വ്യാസം 30 ആയതുകൊണ്ട് ആരം അതിൻ്റെ പകുതി, ബേസ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ കാണണമെങ്കിൽ ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് ആവശ്യമുണ്ട്. ഇവിടെ നോക്കൂ, നമ്മൾ തുടക്കത്തിൽ കണ്ടിരുന്നു ഈ ചെരിവുയരവും ആരവും ബേസ് റേഡിയസും സ്തുവികയുടെ ഹൈറ്റും ചേർന്ന് ഒരു മട്ടത്രികോണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെരിവുയരത്തിൻ്റെ വർഗം പാദ ആരത്തിൻ്റെ വർഗത്തിൻ്റെയും ഉയരത്തിൻ്റെയും വർഗത്തിൻ്റെയും തുകയാണ്. സ്ലാൻഡ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു റേഡിയസ്, ബേസ് റേഡിയസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് കിട്ടും. സ്ലാൻഡ് ഹൈറ്റ് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് റേഡിയസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. 15 സ്ക്വയർ 225, 40 സ്ക്വയർ 1600, 200 കൂട്ടിയാൽ 1825 കിട്ടും. അതിൽ നമുക്ക് 73√5 എന്ന് എഴുതാം. സ്ലാൻഡ് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. നമുക്കറിയാം സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അത് πr² പ്ലസ് πRL. ബേസ് വൃത്തമായതുകൊണ്ട് അതിൻ്റെ ഏരിയ πr². കർവ്ഡ് സർഫസ് ഏരിയ നമ്മൾ കാണാൻ പഠിച്ചു, πRL ഉപയോഗിക്കുന്നതാണ് എളുപ്പം. ഇവിടെ ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും കിട്ടിയതുകൊണ്ട് ഇത് നേരിട്ട് ഉപയോഗിക്കാം. ഇതിൽ π കോമൺ പുറത്തെടുത്തു. π ഇൻറ്റു സ്മോൾ r² എന്ന് പറയുന്നത് ബേസ് റേഡിയസിൻ്റെ വർഗം 15² പ്ലസ് RL. R 15 തന്നെയാണ്, സ്മോൾ r എന്ന് പറയുന്നത് 15 ആണ്. L സ്ലാൻഡ് ഹൈറ്റ് ആണ്, അത് 73√5 ആണ്. ഇത് നമുക്ക് ഗുണിച്ചെഴുതാം. പൈയുടെ വില 3.14, 15ൻ്റെ സ്ക്വയർ 225, 15 × 73 1095, √5ൻ്റെ ഏകദേശം വില 2.23. ഇത് നമ്മൾ ഗുണിക്കുക. അതിനുശേഷം 225 കൂട്ടുക. ആ തുകയെ 3.14 കൊണ്ട് ഗുണിച്ചാൽ
8373.9 എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യം നോക്കുക. A conical firework is of base diameter 10 centimeters and height 12 centimeters. 10,000 such fireworks are to be wrapped in color paper. The price of the color paper is 2 rupees per square meter. What is the total cost? വൃത്തസ്തൂപികയുടെ ആകൃതിയിലുള്ള ഒരു പൂക്കുറ്റിയുടെ പാദവ്യാസം 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററുമാണ്. ഇത്തരം 10,000 പൂക്കുറ്റികളുടെ പുറം ഭാഗം മുഴുവൻ വർണ്ണക്കടലാസ് ഒട്ടിക്കണം. ഒരു ചതുരശ്ര മീറ്റർ വർണ്ണക്കടലാസിന് 2 രൂപയാണ് വില. ഇതിന് ആകെ എത്ര രൂപ ചിലവാകും? നോക്കുക. ഒരു പൂക്കുറ്റിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ ആണ്. അതുപോലെ ബേസ് ഡയമീറ്റർ 30 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഒരു പൂക്കുറ്റി വൃത്തസ്തൂപിക ആകൃതിയിലാണ്. അതിൻ്റെ ഹൈറ്റ് 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ബേസ് ഡയമീറ്റർ പാദവ്യാസം 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബേസ് റേഡിയസ് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇങ്ങനെ 10,000 പൂക്കുറ്റികൾ മൊത്തം പൊതിയാൻ ആവശ്യമായ കടലാസിന്റെ ഉപരിതല പരപ്പളവാണ് കാണേണ്ടത്. അതായത് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഒരെണ്ണത്തിൽ കാണുക. ഒരു പൂക്കുറ്റി വൃത്തസ്തൂപികാകൃതിയിലാണ്. അതിന്റെ സർഫസ് ഏരിയ കാണുന്നു. അതിനെ 10,000 കൊണ്ട് ഗുണിക്കുന്നു. അതിനുശേഷം മൊത്തം ചെലവ് കാണുന്നു. ഈ പൂക്കുറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയയും കൂടെ ചേർന്നതാണ്. ബേസ് റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ സർഫസ് ഏരിയ കാണാൻ ബേസ് ഏരിയ കാണണം, കർവ്ഡ് സർഫസ് ഏരിയ കാണണം. നമുക്ക് ആദ്യം ബേസ് റേഡിയസും ബേസ് ഡയമീറ്റർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ലാൻഡ് ഹൈറ്റ് കാണാൻ പറ്റും. സ്ലാൻഡ് ഹൈറ്റ് സീക്രട്ടാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു. സ്ലാൻഡ് ഹൈറ്റ് ഇവിടെ കർണമാണ് അല്ലേ, ഇതിൻ്റെ ഹൈപ്പോട്ടനസ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് റേഡിയസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ബേസ് റേഡിയസ് 5 ആയതുകൊണ്ട് 5 സ്ക്വയർ പ്ലസ് ഹൈറ്റ് 12 സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25, 12ന്റെ സ്ക്വയർ 144, രണ്ടും കൂടെ കൂട്ടിയാൽ 169. റൂട്ട് ഓഫ് 169 ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടി. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റും ബേസ് റേഡിയസും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറ്റും. നമുക്ക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയയുടെ കൂടെ കർവ്ഡ് സർഫസ് ഏരിയയും കൂടെ കൂട്ടിയതാണ്. അത് πr സ്ക്വയർ പ്ലസ് πrl. പൈ പുറത്തെടുത്താൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 13. ഇവിടെ L 13 ആണ്. ഇത് ഗുണിക്കാം. 5ന്റെ സ്ക്വയർ 25 ആണ്. പൈയുടെ വില 3.14 കൊടുത്തു. 5ന്റെ വർഗം 25. 5 13 ഗുണിച്ചാൽ 65 കിട്ടും. 65 25 കൂടെ 90. 90 × 3.14 282.6 കിട്ടും. അത്രയും സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഒരു പൂക്കുറ്റിയുടെ വരപ്പളവ്. അങ്ങനത്തെ 10,000 പൂക്കുറ്റികളുണ്ട്. സർഫസ് ഏരിയ ഇപ്പോൾ 10,000 ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ 282.6 × 10,000. ഒരു പൂക്കുറ്റിയുടെ വരപ്പളവിനെ 10,000 കൊണ്ട് ഗുണിച്ചാൽ 10,000 പൂക്കുറ്റിയുടെ വരപ്പളവ് കിട്ടും. ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ ആണ് കിട്ടുക. നമുക്ക് സ്ക്വയർ മീറ്ററിലാണ് കാണേണ്ടത്. സ്ക്വയർ മീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ഗുണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ 10,000ഉം 10,000ഉം ക്യാൻസൽ ആവും. ഉണ്ടോ? ഇവിടെ 10,000 ഉണ്ട്. മീറ്ററിലോട്ട് ആക്കാൻ 10,000 കൊണ്ട് ഹരിക്കുക. ഈ 10,000 ഡിവൈഡ് ചെയ്താൽ 1 ആണ്. ഇപ്പോൾ 282.6 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു 10,000 പൂക്കുറ്റിയുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 282.6 സ്ക്വയർ മീറ്റർ ആണ്. ഒരു സ്ക്വയർ മീറ്ററിന് ചെലവ് 2 രൂപയാണ്. അപ്പോൾ 282.6 സ്ക്വയർ മീറ്റർ പൊതിയാൻ ആവശ്യമായ പേപ്പറിനുള്ള ചെലവ് എത്രയാണ്? ഈ മൊത്തം ചെലവ് എത്ര വരും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 282.6 × 2 564.4 രൂപയാണ് ചെലവ് വരിക. നാലാമത്തെ ചോദ്യം നോക്കുക. Prove that for a cone made by rolling up a semicircle, the area of the curved surface area is twice the base area. ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് അതിൻ്റെ പാദപരപ്പളവിൻ്റെ 2 മടങ്ങാണെന്ന് തെളിയിക്കുക. ഇതിലെ അവസാന ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കിയ വൃത്തസ്തൂപികയുടെ കർവ്ഡ് സർഫസ് ഏരിയ, ആ വൃത്തസ്തൂപികയുടെ
പാദപരപ്പളവിൻ്റെ ബേസ് ഏരിയയുടെ ഇരട്ടിയാണെന്ന് തെളിയിക്കണം. ഇവിടെ നോക്കുക, ഒരു അർദ്ധവൃത്തം അതിൻ്റെ കേന്ദ്രവും അർദ്ധവൃത്തത്തിൻ്റെ സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ 180 ആയിരിക്കും. ഇവിടെ നമുക്ക് അറിയാം L = R ആണെന്നറിയാം, സ്ലാന്റ് ഹൈറ്റും സെക്ടറിൻ്റെ റേഡിയസ് ഈക്വൽ ആണെന്നറിയാം. കൂടാതെ R/R = X/360 ആണ്. ഇവിടെ X 180 ആയതുകൊണ്ട് R/R = 180/360, ദാറ്റ് ഈസ് = 1/2 ആയിരിക്കും. അതായത് സ്മോൾ ആറും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള റേഷ്യോ 1/2 ആയിരിക്കും. സ്മോൾ ആറിൻ്റെ ഇരട്ടി ആയിരിക്കും ക്യാപിറ്റൽ ആർ. അപ്പോൾ ക്യാപിറ്റൽ R = 2 ടൈംസ് സ്മോൾ ആർ ആയിരിക്കും. ഇനി ബേസ് ഏരിയ, ഇതിൻ്റെ ബേസ് റേഡിയസ് സ്മോൾ ലെറ്റർ R ആയതുകൊണ്ട് ബേസ് ഏരിയ πr² ആണ്. കർവ്ഡ് സർഫസ് ഏരിയ πRL ആണ്. πr ഇൻറ്റു L = ക്യാപിറ്റൽ R ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ആറിൻ്റെ അളവ് സ്മോൾ ആറിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ 2R എഴുതാം. πr × 2R, 2R × R 2R² ആണ് അല്ലേ? എങ്ങനെ എഴുതാം? 2 ആദ്യം എഴുതി, പിന്നെ π എഴുതി, R × R R², 2πr² ആണ്. ബേസ് ഏരിയ πr² കിട്ടി, കർവ്ഡ് സർഫസ് ഏരിയ 2πr² കിട്ടി. അതായത് ബേസ് ഏരിയയുടെ 2 മടങ്ങാണ് കർവ്ഡ് സർഫസ് ഏരിയ. അതായത് ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ കർവ്ഡ് സർഫസ് ഏരിയ ബേസ് ഏരിയയുടെ 2 മടങ്ങായിരിക്കും. ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.